ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ ഒരു സീറോ ഫിനിഷ്യൻ സ്ത്രീയുടെ മകളെ സൗഖ്യപ്പെടുത്തുന്ന സുവിശേഷ ഭാഗമാണിത്. ഈ സുവിശേഷ ഭാഗം വളരെയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു സുവിശേഷ ഭാഗമാണ്. കാരണം ഇതിൽ തൻ്റെ മകളെ പിശാചിൽ നിന്ന് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു സ്ത്രീ കർത്താവിൻ്റെ മുമ്പിൽ അപമാനിതയായി പോകുന്നുവെന്ന് നമുക്ക് തോന്നാൻ ഇടയുള്ള ഒരു സുവിശേഷ ഭാഗമാണിത്. കാരണം യേശുനാഥൻ അവളെ നായ്ക്കളോട് ഒക്കെ ഉപമിക്കുന്നതായി നമുക്കിതിൽ കാണാൻ സാധിക്കും. ഈ സുവിശേഷ ഭാഗത്തിൽ ആദ്യം തന്നെ ഈ സംഭവം നടക്കുന്നത് ടയറിലാണ്. സാധാരണ ഈ ടയർ അങ്ങനെ തുടങ്ങിയ പ്രദേശങ്ങൾ, അത് കഴിഞ്ഞ് വരുന്ന 2-3 പ്രദേശങ്ങൾ, അത് സാധാരണ രീതിയിൽ യഹൂദർ സഞ്ചരിക്കുന്നതിന് തിരഞ്ഞെടുക്കാത്ത സ്ഥലങ്ങളാണ്. യേശുനാഥൻ ഗലീലയിലേക്കാണ് സുവിശേഷ ഭാഗം കഴിഞ്ഞ് ചെന്നെത്തുന്നത്. അപ്പം ആ വഴികളല്ലാതെ മറ്റു വഴികളിലൂടെയാണ് സാധാരണ രീതിയിൽ അവിടെ ഉണ്ടായിരുന്ന ഗുരുക്കന്മാർ സഞ്ചരിച്ചിരുന്നത്. അപ്പോൾ യേശുനാഥൻ എന്തുകൊണ്ട് ഈ വഴി തന്നെ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുനാഥൻ ഈ സ്ത്രീയെ സൗഖ്യപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമായിരിക്കണം ഈ വഴി തിരഞ്ഞെടുത്തത് എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. പിന്നീട് ഈ അവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് ഈ സീറോ ഫിനിഷ്യൻ സ്ത്രീ തൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശുനാഥൻ ആദ്യം അവളുടെ അഭ്യർത്ഥന കേൾക്കുന്നില്ല. അവിടുന്ന് അവളോട് മറുചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഞാൻ എന്തിനാണ് നിന്നെ സൗഖ്യപ്പെടുത്തേണ്ടത്? ഞാൻ സൗഖ്യപ്പെടുത്തേണ്ടത് എൻ്റെ ജനങ്ങളെയാണ്. കാരണം ഈ സ്ത്രീ ഒരു മറ്റു മതത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്, ഇതര മതക്കാരിയാണ്. അപ്പം ഇവരെ സംബന്ധിച്ച് വിജാതീയരാണ്. പക്ഷേ യേശുനാഥൻ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവളാകട്ടെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അപ്പോൾ യേശുനാഥൻ പറയുന്ന ഒരു ഉദാഹരണം ഇതാണ്: മക്കൾക്കാണ് അപ്പം കൊടുക്കേണ്ടത്, മക്കളുടെ അപ്പങ്ങൾ നായ്ക്കൾക്ക് കൊടുക്കേണ്ടതില്ല. അപ്പോൾ ഇവൾ പറയുന്നത് നായ്ക്കളും മക്കൾ കഴിച്ചതിന് ബാക്കിയുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് കഴിയുമ്പോൾ യേശുനാഥൻ പറയുന്ന വാക്ക്, ഈ പറഞ്ഞത് കൊണ്ട് തന്നെ നിന്റെ മകൾ സൗഖ്യപ്പെട്ടു എന്നാണ്. ഈ പറഞ്ഞ വാക്ക് അവളെ തന്നെ എളിമപ്പെടുത്തിയ ഒരു വാക്കാണ്. അവൾ സ്വയം തന്നെ ഒരു നായയോട് ഉള്ള ഉപമ അവൾ ഏറ്റെടുക്കുകയാണ്. യേശുനാഥൻ പറയുന്ന ആ ഒരു ഉപമ, നായ്ക്കൾക്ക് എന്തിനാണ് ആഹാരം കൊടുക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ യേശുനാഥൻ ഒരിക്കലും ഇവളെ അപമാനിതനാക്കാനല്ല, മറിച്ച് അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരുടെ മുൻപിൽ ഇവളുടെ വിശ്വാസം എടുത്തു കാട്ടുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സംഭവം അവിടുന്ന് ചെയ്തിരിക്കുന്നത്. കാരണം അതുകൊണ്ടാണ് അവിടുന്ന് ഈ ഒരു വഴി തിരഞ്ഞെടുത്ത് അവിടെ വന്നത്. അവരുടെ മുൻപിൽ ഇവളുടെ വിശ്വാസം കാണിച്ചു കൊടുക്കണം. ആ വിശ്വാസത്തെ പ്രതിയാണ് യേശുനാഥൻ പറയുന്നത്. എൻ്റെ വിശ്വാസം വലുതാണ്. അപ്പോൾ എന്താണ് അവൾ കാണിച്ച ആ പ്രവൃത്തി? അവൾ പറയുന്നത്, ഞാനും നിന്റെ നായയാണെന്നാണ് പറയുന്നത് യേശുനാഥനോട്. നീ ഒരുപക്ഷെ എന്നെ മകളായിട്ട് തിരഞ്ഞെടുക്കുന്നില്ല, പക്ഷെ നായ്ക്കളും അപ്പം ഭക്ഷിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ ഒരുപക്ഷെ മക്കൾ കഴിച്ചു കഴിയുമ്പോൾ ആഹാരം അവിടെയുള്ള നായ്ക്കൾ കഴിക്കും, ആ വീട്ടിലുള്ള നായ്ക്കൾ കഴിക്കും. അപ്പോൾ അതുപോലെ ഞാനും നിന്റെ നായാണ് എന്നവൾ പറയുകയാണ്. അപ്പോൾ ഇത് പറഞ്ഞ ഉടനെ പിശാജ് അവളെ വിട്ടുപോയതാണ്. ഇത് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തോട് ചേർത്ത് വായിക്കാവുന്നതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ പിശാജിൻ്റെ കൂട്ടുകാരായി ആദോഹവയെ മാറിയത് ദൈവത്തെ പോലെ ആകണം, അതായത് വലുതാകണം എന്നുള്ള ചിന്തയിലാണ്. ഇവളാകട്ടെ തീരെ ചെറുതായി തന്നെ നായയോട് സമാനപ്പെടുത്തുമ്പോൾ ഉടനെ തന്നെ പിശാജ് അവളെ വിട്ടുപോയതാണ്. അപ്പോൾ എളിമപ്പെടുമ്പോഴുണ്ടാകുന്ന വലിയ ദൈവാനുഗ്രഹം, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ദൈവാനുഗ്രഹം, ദൈവം വന്ന് നിറയുമ്പോൾ അവിടെയുള്ള അശുദ്ധാത്മാവ് ഇല്ലാതാകുന്നു. അപ്പോൾ എളിമപ്പെടുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പൂർണ്ണത വരികയാണ്. ദൈവം വന്നു കഴിയുമ്പോൾ പിന്നെ ഏത് പിശാചിനാണ് അവിടെ നിലനിൽക്കാൻ സാധിക്കുന്നത്? ഇവിടെ ഇവളിൽ മാത്രമല്ല, അവൾ ആ എളിമപ്പെട്ടതുപോലെ അവളുടെ മകളും സൗഖ്യപ്പെടുകയാണ്. അതുപോലെ ആദവും ഹവ്വയും അവർ തങ്ങളെ തന്നെ ഉയർത്താൻ ശ്രമിച്ചതുവഴി ഒരു തലമുറ മുഴുവനും നാശത്തിലേക്ക് പോയി. അവരിലൂടെ വലിയൊരു പാപം തലമുറകളോളം നീണ്ടു നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ ഇവളുടെ എളിമപ്പെടലെ തലമുറകളോളം അനുഗ്രഹം, അവളുടെ മകൾക്ക് അനുഗ്രഹം കിട്ടുന്നതെന്ന് നമുക്ക് കാണുന്നു. അപ്പോൾ ഈ സുവിശേഷം നമുക്ക് നൽകുന്ന വലിയൊരു പാഠം ഇതാണ്: ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടാൻ മനസ്സുള്ള മനുഷ്യരായി നമ്മൾ മാറുമ്പോൾ വലിയ അനുഗ്രഹങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മളെ തന്നെ തമ്പുരാൻ്റെ മുമ്പിൽ എളിമപ്പെടുത്തുന്ന മനുഷ്യരാകണം. ഒപ്പം എളിമപ്പെടുത്തുന്ന മനുഷ്യരെ അടിച്ചമർത്തുന്നവരായി നമ്മൾ മാറരുത്. അവൾ സ്വയം എളിമപ്പെടുത്തിയപ്പോൾ യേശുനാഥൻ ഉടനെ അവൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയാണ്. നമ്മൾ നമ്മുടെ മുമ്പിൽ എളിമപ്പെടുന്ന മനുഷ്യർക്ക് അവർക്ക് അനുഗ്രഹങ്ങളും അവർക്ക് ബഹുമാനങ്ങളൊക്കെ നൽകുന്ന മനുഷ്യരെ മാറാൻ നമുക്ക് കഴിയട്ടെ. കാരണം യേശുനാഥൻ അവളുടെ വിശ്വാസത്തെ ആ നിൽക്കുന്ന ജനക്കൂട്ടത്തിന് മുമ്പിൽ എടുത്തു കാണിച്ച് അവളെ ബഹുമാനിതയാക്കുന്നുണ്ട്. ഇവളെപ്പോലുള്ള വിശ്വാസമാണ് ആവശ്യമെന്ന് പറഞ്ഞ് അവൾ എത്രത്തോളം താഴുന്നോ അത്രത്തോളം അവളെ ഉയർത്തുന്നുണ്ട് അവളുടെ വിശ്വാസം. അപ്പം നമുക്കും നമ്മുടെ മുമ്പിൽ എളിമപ്പെടുന്ന മനുഷ്യരെ ബഹുമാനിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.